വെൽക്കം ബാക്ക് ടു ലിബീസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ലൊരു തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, എന്നാൽ അതേപോലെ ടേസ്റ്റുമാണ്. നമുക്ക് ഏത് തരം ചോറ് വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതിനുമുമ്പ് നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇത് മലബാർ സൈഡിലോട്ടൊക്കെയാണ് ഈ ചോറ് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കിത് അങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ നെയ്ച്ചോറിൻ്റെ അരിയാണ് എടുത്തേക്കുന്നത്. 1.5 കപ്പ് അരി 2 മണിക്കൂറോളം കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകി വെച്ചേക്കുന്നതാണ്. പിന്നെ വേണ്ടത് 1/2 മുറി തേങ്ങയാണ്. തേങ്ങയൊക്കെ തിരുമ്മി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ആദ്യം ഒന്ന് ചോറൊന്ന് വേവിച്ചെടുക്കണം. നമ്മൾ വറ്റിച്ചെടുക്കുവാണ്. ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോഴത്തേക്കിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് ഇതിലോട്ട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ജീരകം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ വെള്ളം പറ്റുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. തേങ്ങാച്ചോറ് പല ഇടങ്ങളിലും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് കണ്ണൂർ, മലബാർ സൈഡിൽ അങ്ങോട്ടൊക്കെ ആണെങ്കിൽ മട്ട അരി കൊണ്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ ചിലർ തേങ്ങായും ജീരകവും വെളുത്തുള്ളി കൊച്ചുള്ളി എല്ലാം കൂടെ അരച്ച് തേങ്ങാച്ചോറ് ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ചോറുണ്ടാക്കാൻ ഏത് റൈസ് വേണേലും നമുക്ക് എടുക്കാം ഈ ചോറുണ്ടാക്കാൻ വേണ്ടി. ഇതാണ് നമ്മുടെ ഇപ്പം ബിരിയാണി റൈസ് നന്നായിട്ടൊന്ന് അതിനകത്ത് ജലാംശം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ അരിയുടെ ലെവലിന് ഒരു 1/2 ഇഞ്ച് മുകളിൽ വെള്ളം ഒഴിച്ചു കൊടുത്തേച്ചാൽ മതി. അപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് ചോറ് കിട്ടും. അല്ലെങ്കിൽ 1.5 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം ആ ഒരു കണക്കിൽ വെച്ചാൽ മതി. പിന്നെ അരി കുതിർത്തിട്ട് വേണം നമ്മൾ എപ്പോഴും ഈ ചോറ് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ. അതിനുശേഷം നമുക്ക് ഈ വെള്ളം വറ്റിച്ചെടുക്കണം. അപ്പം അത് ചെറുതീയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. നമ്മൾ സാധാരണ നെയ്ച്ചോറൊക്കെ ചെയ്യുന്ന പോലെ. നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാൻ അറിയത്തില്ലെങ്കിൽ ഒരു 1/4 വേവിൽ ഊറ്റിയിട്ട് നമുക്ക് ബാക്കി ദം ചെയ്തെടുത്തേച്ചാലും മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ തേങ്ങ നേരത്തെ തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തേങ്ങാ പാലൊന്ന് എടുക്കണം. അപ്പം നമ്മളൊരു ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നല്ല തേങ്ങാപ്പാൽ കിട്ടും. അല്ലെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്താൽ, എന്നിട്ട് പിഴിഞ്ഞെടുത്താൽ നല്ല തേങ്ങാപ്പാൽ കിട്ടും. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്യൂസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് തേങ്ങാപ്പാലൊന്നും ഞാൻ അരിച്ചൊന്നും മാറ്റി വെക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ തേങ്ങാപ്പാൽ ഈ തേങ്ങായും കൂടെ ചേർത്താണ് നമ്മൾ ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഈ തേങ്ങായും തേങ്ങാപ്പാലും എല്ലാം ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് കുറച്ച് നേരം ഇട്ട് വെച്ചേച്ചാൽ മതി. അപ്പം നമുക്ക് നമ്മുടെ ചോറൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കണം നമുക്ക് വന്നുണ്ട്. ഇപ്പോൾ ഒരുമാതിരി ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് നമുക്കത് അടച്ച് വെക്കണം. കണ്ടല്ലോ, കുറച്ചും കൂടെ ഒന്ന് ഇതിനകത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റാനുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ ചോറിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നോക്ക്, കണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട്, ഒരു തുള്ളി പോലും വെള്ളമില്ല, എല്ലാ ജലാംശം എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലും തേങ്ങായും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് നീരൊക്കെ ഒന്ന് ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാൽ ആദ്യം ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് തേങ്ങാപ്പാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഒരു തവി ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പീര ഇട്ട് കൊടുത്തേച്ചാലും മതി. ഞാൻ മൊത്തം തേങ്ങാപ്പീര ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് തേങ്ങാപ്പീര മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. കാര്യം ഞാൻ ഏകദേശം 1/2 മുറി തേങ്ങാപ്പാലാണ് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 1.5 ഗ്ലാസ് അരിയുള്ളൂ, അതുകൊണ്ട് ഒരുപാട് തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. ഒരു കുറച്ച് അതിൻ്റെ ഒരു പകുതി തേങ്ങാപ്പീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇനി കടുക് താളിച്ചൂടെ ഒന്ന് ചേർക്കണം. അത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ദം ചെയ്താച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൊച്ചുള്ളി, ഒരു 5 കഷ്ണം കൊച്ചുള്ളിയും കറിവേപ്പിലയും. നല്ല വെളിച്ചെണ്ണയ്ക്കകത്താണ് നമ്മളിത് കടുക് വറക്കുന്നത്. അപ്പോൾ ഒരു ആവശ്യത്തിന് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തേച്ചാലും മതി. പക്ഷേ ഇങ്ങനെ കടുക് താളിച്ചിട്ടൊന്ന് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ്. എണ്ണ ചൂടാകുമ്പോഴത്തേക്കിന് നമുക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കിന് നമുക്ക് കൊച്ചുള്ളി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് മൂപ്പിച്ചെടുക്കാം.
അതുകൊണ്ട് കൊണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാച്ചോറ് നമുക്ക് ഇതേപോലൊരു ദോശക്കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മൾ നോർമൽ ദം ചെയ്യുന്ന പോലെ വെക്കാം. കടുക് താളിച്ചതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ദം ചെയ്തെടുക്കാം. ഇപ്പോൾ കടുക് താളിച്ചതൊക്കെ മൂത്തിട്ടുണ്ട്. ഇതിനി പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ചോറിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ പച്ച വെളിച്ചെണ്ണ വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം, പക്ഷേ നമുക്കിതൊരു ടേസ്റ്റാണ്. പിന്നെ നെയ്യ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ചോറൊക്കെ റെഡിയാക്കി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ എന്തെങ്കിലും നല്ല ചൂട് ബീഫ് കറിയോ ചിക്കൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയാണ്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞതുകൊണ്ട് നമ്മുടെ തേങ്ങാച്ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് ദം ചെയ്ത് അടിപൊളിയായിട്ടിരിക്കണം. കണ്ടല്ലോ, നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഒന്നേലൊന്നും ഒട്ടാതെ നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. ആ തേങ്ങാപ്പാലും തേങ്ങയും എല്ലാം കൂടെ ചേർന്നിട്ട് പ്രത്യേക ഒരു ടേസ്റ്റാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ പ്രത്യേകിച്ച് കഴിക്കാൻ കറികളൊന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിനി ഇതൊന്ന് സെർവ് ചെയ്യാം. ഞാനിതൊരു വാഴയിലോട്ടൊക്കെ വിളമ്പി. അടിപൊളി മണമാണ്. എന്നുവെച്ചാൽ തേങ്ങാപ്പാലിൻ്റെയും ആ വെളിച്ചെണ്ണയുടെയൊക്കെ അസാധ്യ ഒരു അരോമയാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ നല്ല എരിവുള്ള ബീഫ് കറിയും കൂടെ ആകുമ്പോഴത്തേക്കിന് ഇതിൻ്റെ ആ ഒരു സ്വാദ് ഇരട്ടിക്കും. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് അപ്പോഴപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഇതേപോലത്തെ അടിപൊളി ഈസി റെസിപ്പിയായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹോം.